മുട്ടുവേദനയുള്ള ആളുകൾ സ്റ്റെയർ കയറരുത്, ക്ലൈംബ് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ കേട്ടു. ഇത് പലർക്കും പല കൺസെപ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ പറയുന്നത് ഒരു കോൺട്രവേഴ്സ്യൽ കാര്യമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെപ്പോഴും തോന്നാറ് ഹ്യൂമൻ നീഡ്സ് ആർ നോട്ട് മെയ്ഡ് ഫോർ സ്റ്റെയർസ്. നമ്മൾ പൊതുവേ പറയുന്ന എല്ലാവരും നമ്മൾ ഇത്രയും സ്റ്റെയർ കയറുന്ന അത്ര നല്ലത്. ഇപ്പം ഇതിൽ ചിലപ്പോൾ ഞാനും ഗോപിയും ശ്രീൻ സാറും തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവാം. പക്ഷേ എൻ്റെ ഒരു പ്രൊഫസർ എപ്പോഴും പറയുമായിരുന്നു ഹ്യൂമൻ നീഡ്സ് ആർ നോട്ട് മെയ്ഡ് ഫോർ സ്റ്റെയർസ്. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കോമ്പറ്റീറ്റീവ് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്. ഇവർ ഇങ്ങനത്തെ പോപ്പുലേഷനിൽ കൂടുതലായിട്ടും മുട്ടുതേയ്മാനം നേരത്തെ കാണാറുണ്ട്. അപ്പം മുട്ടിന് നോർമലി നമ്മുടെ ശരീരത്തിൽ ജോയിൻസിലൊക്കെ ചെറിയ വെയർ ആൻഡ് ടയർ സംഭവിക്കുന്നുണ്ട്. അത് ബോഡി തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുപോകും. ഈ ബോഡിക്ക് ഹീൽ ചെയ്യാൻ പറ്റാത്തതിനെക്കാട്ടും കൂടുതൽ ലോഡ് അതിനകത്ത് വരികയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ലീഡ് ടു പ്രോബ്ലംസ്. എന്ന് വെച്ചാൽ സ്റ്റെയർ കയറുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ ഹ്യൂമൻ നീഡ്സ് ആർ മെയ്ഡ് ഫോർ വാക്കിംഗ് ഓൺ ലെവൽ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻസിനൊക്കെ കൂടുതൽ നല്ലത് അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സാറിൻ്റെ അഭിപ്രായം? ഞാൻ എപ്പോഴും പേഷ്യൻ്റെ അടുത്ത് പറയുന്നത് ഇതാണ്, ഇന്നത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല എന്നില്ല. ഇഫ് യു ക്യാൻ അവോയ്ഡ് സ്റ്റെപ്സ് അവോയ്ഡ്, അത്രയും പറയും. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്, യു ക്യാൻ ഗോ ബൈ ലിഫ്റ്റ് ഇഫ് യു ഹാവ് എനി പെയിൻ. അല്ല ലിഫ്റ്റില്ല സ്റ്റെപ്പ് മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് കയറിയല്ലേ മതിയാവൂ, യു ക്യാൻ ഡു ദാറ്റ്. അല്ലാതെ ഇന്നത് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യാറില്ല. ഇഫ് യു ക്യാൻ അവോയ്ഡ് ക്ലൈംബിങ് സ്റ്റേഴ്സ് ജസ്റ്റ് അവോയ്ഡ്, അതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ മുട്ടിൻ്റെ തേയ്മാനത്തിനെ പറ്റി ചോദിക്കുമ്പോൾ വേറൊന്നും പറയാനുള്ളതെന്ന് പറഞ്ഞൊരു 50+, ബിറ്റ്വീൻ 50-60 ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേഷ്യൻ്റ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു വലിയൊരു റിമാർക്കബിൾ തേയ്മാനമോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലാത്തൊരു തേയ്മാനമാണ്. പക്ഷേ ദേ ട്രൈഡ് എവറിത്തിങ്, ഇഞ്ചക്ഷൻസ്, അതുപോലെ ഫിസിയോ, മെഡിസിൻ, പക്ഷേ സ്റ്റിൽ ദേ ഹാവ് പെയിൻ. അതാണ് ഒരു അടുത്ത ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നീയുടെ കാര്യത്തിൽ 3 ടൈപ്പാണ്. ഒന്ന് ട്രൈ കമ്പാർട്ട്മെൻറ്റൽ, 3 കമ്പാർട്ട്മെൻറ്റും പോകുന്ന ഒരു ആർട്ടറി, അതായത് മുട്ട് എല്ലാം ഡാമേജ്, അങ്ങനെയുള്ള പേഷ്യൻറ്റിന് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ആണ്. അടുത്തൊരു ടൈപ്പ് തേയ്മാനം എന്ന് പറയുന്നത് ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം, യൂഷ്വലി മീഡിയൽ കമ്പാർട്ട്മെൻറ്റാണ്. മീഡിയൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ പുറത്തുള്ള ഭാഗം, ഈ സൈഡിലുള്ള ഭാഗം, അത് തേഞ്ഞു പോകുന്ന ഭാഗം. അതിന് നമുക്കുള്ള ഓപ്ഷൻ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് യൂണികമ്പാർട്ട്മെൻറ്റ്, യൂണികോണ്ടൈലർ നീ റീപ്ലേസ്, അതായത് ആ തേയ്മാനം വന്ന ഭാഗം മാത്രം മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഓസ്റ്റിയോട്ടമി. ഓസ്റ്റിയോട്ടമി എന്ന് പറയാൻ നമുക്ക് ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കുക, അതായത് അവിടുത്തെ ഓഫ് ലോഡിങ് ചെയ്യാമെന്ന് പറയും. അത് തന്നെ നമുക്കിപ്പോൾ സർജറി വഴി ചെയ്യാം, അല്ല ഇപ്പോൾ പുറമേ കൂടെ ബ്രേസ് ഉണ്ട്, ബ്രേസ് ഇട്ട് കറക്റ്റ് ചെയ്യുന്നവരുണ്ട്. അതാണ് ഇനിയൊരു മൂന്നാമത്തെ ഒരു ഓപ്ഷൻ വെറൈറ്റിയാണ് ഈ പറഞ്ഞ പോലെ ഒരു പെയിൻ ഉണ്ട്, പക്ഷേ എക്സ്റേയിൽ അത്ര ഒരു ചേഞ്ച് ഇല്ലാത്തൊരു ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഞാനങ്ങനെ തേയ്മാനമുള്ള പേഷ്യൻ്റ് അങ്ങനെ MRI എടുത്ത് നോക്കില്ലായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയപ്പോഴാണ് നമുക്ക് ഞാൻ കണ്ടൊരു കോമൺ പത്തോളജി എന്ന് പറയുന്നത് ഒരു മീഡിയൽ മെനിസ്കസ്, മുട്ടിൻ്റെ ഉള്ളൊരു വാഷറിൻ്റെ പോസ്റ്റീരിയർ റൂട്ട് ടയറാണ്. ഈ റൂട്ട് ടയർ ഉള്ളവർക്ക് തേയ്മാനം ഭയങ്കര റാപ്പിഡായിട്ട് സംഭവിക്കുന്നുണ്ട്, അതിൻ്റെ പ്രോഗ്രഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഒരു 2-3 പേഷ്യൻറ്റിന് ഇതുപോലെ റൂട്ട് റിപ്പയർ ചെയ്തിട്ട് ഈ കാർട്ടിലേജ് ഡാമേജ്, അപ്പോൾ അത്ര ഡാമേജ് ഇല്ല, കാർട്ടിലേജിൽ നമ്മൾ മൈക്രോ ഫ്രാക്ചർ ചെയ്തു. പക്ഷേ മോസ്റ്റ് ഓഫ് ദി പേഷ്യൻറ്റ് റിക്കവേർഡ് വെൽ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്, ഈ 50 to 60 years. നമ്മളൊരു 60+65 ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് TCR അഡ്വൈസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കാറ്റഗറിയാണ്. പക്ഷേ ഈ 50+ ഒരു യൂഷ്വലി >55 എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാം, പക്ഷേ ചെയ്താലും ഈ റിവിഷൻ TCR പിന്നെയും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങനെ പേഷ്യൻ്റ് അടുത്ത് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യാറുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ റൂട്ട് റിപ്പയർ ചെയ്ത് ഉള്ള പേഷ്യൻറ്റിന് കുറച്ചും കൂടെ ഫുൾ പെയിൻ റിലീഫ് എന്നല്ല, ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഔട്ട്കം. അല്ല, ഈ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി സാർ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കാറുണ്ട് സാർ, നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അധികം ആൾക്കാരും ചെയ്യാൻ പേഷ്യൻസിന് കൂടുതലും അറിയാത്തൊരു കാര്യമാണ് ഈ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി പേഷ്യൻസ് എപ്പോഴും ചോദിക്കുന്നത്, സാറേ മുട്ടുവേദനയുണ്ട്, എന്നാൽ പിന്നെ അത് മുഴുവനായിട്ട് അങ്ങ് മാറ്റി വെച്ചൂടെ, എന്തിനാണ് പകുതിയായിട്ട് മാറ്റി വയ്ക്കുന്നത്, പകുതി ഒരു ഭാഗമായിട്ട് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം വീണ്ടും നമുക്ക് വണ്ടിയുടെ എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. ഒരു ടയർ പഞ്ചറായി, 4 ടയറും പഞ്ചറൊട്ടിക്കോ? അല്ലെങ്കിൽ ഒരു ടയർ തേഞ്ഞു പോയി, നമ്മൾ ആ ടയറല്ലേ കൂടുതലും ഇതാക്കുള്ളൂ, ബാക്കിയുള്ള ടയറുകളൊക്കെ നോർമലാണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ മുട്ടിൽ ഈ സാർ പറഞ്ഞ 3 കമ്പാർട്ട്മെൻറ്റ്സ്, ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ ആ കമ്പാർട്ട്മെൻറ്റ് മാത്രം മാറ്റി വയ്ക്കാനുള്ള ടെക്നോളജിയാണ്
ഉണ്ട്. പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് എനിക്ക് സ്പ്രെഡ് ആവുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരെണ്ണത്തിൽ തേയ്മാനം സ്പ്രെഡ് ആവാം. പക്ഷേ അതിലിപ്പോൾ ഈ ഏജ് ഫാക്ടർ പറഞ്ഞല്ലോ. ഇപ്പം ഒരു 50 വയസ്സായുള്ളൊരു ആൾക്ക് ഒരു ഭാഗത്ത് മാത്രമേ മുട്ടിൽ വേദനയുള്ളൂ, ആ ഭാഗത്ത് മാത്രമേ എക്സലിലും തേയ്മാനമുള്ളൂ, വേറെ വാദം അങ്ങനത്തെ അസുഖങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ 15-20 കൊല്ലം, അങ്ങനെ ഇത്രയും നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ എത്ര നാൾ നോർമൽ നീ റീപ്ലേസ്മെൻറ്റ് ലാസ്റ്റ് ചെയ്യും, അത് കഴിഞ്ഞൊരു റിവിഷൻ നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരും, അതായത് സെക്കൻഡ് സർജറി. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പാർഷ്യൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ ഒരു സെക്കൻഡ് സർജറി നമുക്ക് സാധാരണ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവനും നമ്മുടെ മുട്ട് 3 കമ്പാർട്ട്മെൻറ്റുകളിൽ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രമേ നമ്മൾ മാറ്റി വയ്ക്കുള്ളൂ. അപ്പോൾ പേഷ്യൻറ്റിന് കൂടുതലും ഒരു നാച്ചുറൽ നീ ആയിട്ട് ഫീൽ ചെയ്യും. അതിന് റിക്കവറി പെട്ടെന്നായിരിക്കും, സർജിക്കൽ ഡ്യൂറേഷൻ, സ്കാർ, വൂണ്ടൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ബാക്ക് ടു വർക്ക് അല്ലെങ്കിൽ ബാക്ക് ടു ഹിസ് നോർമൽ സ്റ്റേറ്റ്, നോർമൽ ലൈഫ് വിൽ ബി ക്വിക്കർ. അപ്പോൾ അതാണ് പാർഷ്യലി റീപ്ലേസ്മെൻറ്റ് പറ്റി കുറച്ച് ഇലാബറേറ്റ് ചെയ്യാനുണ്ടായത്. ഈ ACL ടിയർ കഴിഞ്ഞവർ കംപ്ലീറ്റ് ആയിട്ട് ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ നിർത്തേണ്ടി വരുമോ? ഇല്ലില്ല, they can come back to sports after proper rehabilitation. Usually it will take ഒരു 8 months to 1 year. ഇപ്പോൾ യങ് ഏജിൽ തന്നെ ഈ നീ റീപ്ലേസ്മെൻറ്റിൻ്റെ കേസ് കൂടാനുള്ളൊരു റീസൺ എന്തായിരിക്കും? ഞാൻ ഡൽഹിയിലായിരുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ്, ഒരു 28 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ, 2 മുട്ടിനും 2 ഇടുപ്പിനും ആർത്രൈറ്റിസ് ബാധിച്ച് തേയ്മാനം വന്ന് ആൾക്ക് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കൂനിയിട്ടൊക്കെയാണ് ആൾ നടക്കുന്നത്. പക്ഷേ ഒരു 1-2 സ്റ്റേജിൻ്റെ പ്രൊസീജിയേഴ്സിലൂടെ ഞങ്ങൾ ആ പേഷ്യൻ്റെ 2 ഇടുപ്പും 2 മുട്ടും മാറ്റി വെച്ചു. ആ ഒരു ചേഞ്ച്, ആ പേഷ്യൻ്റ് അനുഭവിച്ച ആ ഒരു ചേഞ്ച് കണ്ടാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഈ കുഞ്ഞിലൊക്കെ നടക്കുന്ന ഒരു ദിലീപിനെ നമുക്കറിയാലോ, അതുപോലെ നടന്നിരുന്ന ഒരാൾ ഈ സർജറി കഴിയുമ്പോൾ, ഞാനതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, കൂടുതൽ ആൾക്ക് കൂനാണ് കൂടുതലും, പക്ഷെ എന്നാലും ഈ 2 മുട്ടും 2 ഇടുപ്പും എഫക്റ്റ് ആവുന്ന ഒരു പേഷ്യൻറ്റിന് അത് ഏകദേശം അതുപോലത്തെ തന്നെ ഒരു ഗേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നോർമലായിട്ടുള്ള ഒരാൾ നടക്കുന്ന പോലെ മാറുന്നത് എക്സ്ട്രീംലി ഒരു സാറ്റിസ്ഫൈങ് കാര്യമാണ് ഫോർ ദ ഡോക്ടർ ആൻഡ് ഫോർ ദ പേഷ്യൻറ്റ്. അപ്പോൾ അതും ഒരു വളരെയധികം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഒരു കാരണമാണ് മുട്ടിന്. പിന്നെ ഹിപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവാസ്കുലർ നെക്രോസ് വളരെയധികം പൊന്തി വരുന്നൊരു, സ്റ്റിറോയിഡ് യൂസ് കൂടുന്നൊരു കാര്യമാണ് അവാസ്കുലർ നെക്രോസ് ഓഫ് ദ ഹിപ്പ്. ഓക്കെ. ഓയിൽ മസാജ്, കഷായം, പിന്നെ അതുപോലെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് തെറാപ്പികളൊക്കെ നമ്മുടെ നീ പെയിന് കുറയ്ക്കാൻ കാരണമാവും, അല്ലെങ്കിൽ അത് ടെമ്പററി മാത്രമായിട്ടായിരിക്കും അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്? പറഞ്ഞല്ലോ, 2 തരം മാനേജ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് പത്തോളജി കണ്ടുപിടിക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക, പ്രോപ്പർലി ട്രീറ്റ് ചെയ്യുക. എന്തും ആവും പത്തോളജി. ഇപ്പോൾ പുറത്തോട്ട് ബന്ധമില്ലാത്തൊരു സാധനം എടുക്കുന്നു, ഭയങ്കരമായിട്ട് വയറുവേദന, ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കാം, അതിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ആയിരിക്കാം, കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ആ സാധാ വയറുവേദന മാത്രം ചികിത്സിച്ചുകൊണ്ടിരിക്കും. മുട്ടുവേദന, വേദനയെ നമുക്ക് ഈ പറഞ്ഞ ഓയിൽ മസാജും കഷായം അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്ഫുൾ അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ഞാനൊരു പെയിൻ കില്ലർ ഓയിൻമെൻറ്റും ഹോട്ട് പാക്കോ അല്ലെങ്കിൽ ഐസ് കംപ്രഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇവർ കിഴി വയ്ക്കുന്നതിലൂടെയും ആയുർവേദം ചെയ്യാനായിട്ട് പറയുന്നത്. ലോക്കലി ആ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്താൽ ലോക്കൽ പെയിൻ കുറവുണ്ടായിരിക്കും. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഓൺലി ഡിസേർവ്സ് ദാറ്റ് ഈസ് എ ക്യൂർ അല്ലേ. ഇപ്പം എനിക്ക് ഇന്നലെ ഒന്ന് കാല് തട്ടി, വേദനയുണ്ട്, ആ വേദന അതും ഒരു വേദനയല്ലേ. ഇറ്റ് ഈസ് നോട്ട് കൺഡ്യൂഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ തന്നെ കൺഡ്യൂഷൻ മസിൽ എന്ന് വിളിക്കും. കൺഡ്യൂഷൻ കിഴി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന മരുന്ന് തന്നെ ഇട്ട് ചെയ്യണം എന്ന് ഇറ്റ് ഈസ് നോട്ട് മസ്റ്റ്. ദർ ഇസ് നോ പത്തോളജി. ഇന്നലെ തട്ടി കാല് വേദന ഉണ്ടായി, കാലിൽ നീരുണ്ടായി, നീര് മാറാനുള്ള അലോപ്പതിക് ഓർ ആയുർവേദിക് ഓർ ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ആർത്രൈറ്റിസ് ആണെങ്കിലോ ഡോക്ടർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സാറിപ്പോൾ പറഞ്ഞ പോലെ നടുവേദന, ഒരു ക്രോണിക് ലിഗമെന്റ് ഫ്ലേവും ഹൈപ്പർട്രോഫിയും ഒരു ഡിസ്ക് ബൾജും ഉള്ള പേഷ്യൻറ്റിന് അവർക്കും ഈ കിഴി വെച്ചാലും ഓയിൽ മസാജ് ചെയ്താലും ചെറിയൊരു സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ടാകും. മേ ബി 7 days, 1 week, 10 days. അത് കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഗോയിങ് ടു കം ബാക്ക്. അണ്ടർലൈൻ പത്തോളജി അവിടെ തന്നെ ഇരിക്കുമല്ലേ. ലൈക്ക് യു സെഡ് വൈറ്റമിൻ ഡി പേഷ്യൻ്റ് അങ്ങനെയാണ് തിരിച്ചു വരുന്നത്. അത് ആ രീതിയിൽ തന്നെ. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നവ്യയുടെ വണ്ടിയുടെ ടയർ തേഞ്ഞു പോയി. സോറി കാവ്യയുടെ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയി. കാവ്യ എന്താ ചെയ്യുക? ടയർ മാറ്റും അല്ലേ? വണ്ടിയിൽ പെട്രോൾ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണത്. നമ്മൾ എന്താണോ നമ്മുടെ അസുഖത്തിന്റെ കാരണം അതിനെ ട്രീറ്റ് ചെയ്യണം. ചില കാരണങ്ങൾ ചെറിയ ഇപ്പോൾ ട്രീറ്റ്മെന്റ് വെച്ചിട്ട് മാറിപ്പോകും. ചില കാരണങ്ങൾക്ക് നമ്മൾ സർജറി ചെയ്യുമോ അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമോ ടെസ്റ്റ് ചെയ്യുകയോ വേണ്ടി വരും. അത് കണ്ടുപിടിക്കാൻ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ വഴി കൂടിയൊക്കെ പോകുമ്പോൾ ഈ ബിൽ ബോർഡ്സ് ഒക്കെ കാണും, ആർത്രൈറ്റിസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യൂർ ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണോ? ഇപ്പോൾ അങ്ങനെ പറയുമ്പം ആർത്രൈറ്റിസിന്റെ അർത്ഥം എന്താ? സന്ധിവാദം. മലയാളത്തിൽ വാദം എന്നാണ് നമ്മൾ എല്ലാ ജോയിന്റ് ഇൻഫ്ലമേഷനെയും വിളിക്കുന്നത്. ആക്ച്വലി സിനോണിമസ് ആണോ എന്ന് മലയാളം അത്ര എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഐ ഹാവ് ടു റിസർച്ച് ദിസ്.
വാദം ആണോ ആർത്രൈറ്റിസ് എന്ന് ഐ എം നോട്ട് വെരി ഷുവർ. സന്ധിയിലുണ്ടാകുന്ന വേദനകളെ എല്ലാം ആർത്രൈറ്റിസ് എന്നാണ് നമ്മൾ ജനറലി അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ ആർത്രൈറ്റിസിൻ്റെ തരം കണ്ടുപിടിക്കാൻ ഇപ്പം യൂറിക് ആസിഡ് കൂടിയിട്ട് ആർത്രൈറ്റിസ് ഉണ്ടാകും, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകും, ട്രോമാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാകും, വീഴ്ചയുടെ ശേഷം വരുന്നുണ്ടാകും, അല്ലെങ്കിൽ സൊറിയാറ്റിക് ആർത്രൈറ്റിസ് ഉണ്ടാവാം, ആക്ച്വൽ ആമവാദം അല്ലെങ്കിൽ റുമറ്റോളജിക്കൽ ഓർ സ്പോണ്ടൈലോ ആർത്രൈറ്റിസ് ഉണ്ടാകും. ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഡിസൈഡ്സ് എങ്ങനെ അതിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. ഇപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ ഒരു 40-year-old യങ് മാൻ, ഒരുപാട് വെയിറ്റ് ഇല്ല, അത്യാവശ്യം ഗുഡ് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾ, നല്ല പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കുന്നു, നല്ല റെസ്റ്റും, ഹീസ് ലിവിങ് എ ഗുഡ് ലൈഫ്. ചെറിയൊരു നീ പെയിൻ ആയിട്ട് വരുന്നു ആൻഡ് യു ഹാവ് എ ഡൗട്ട്, ഒരു ഓസ്റ്റിയോ OA സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ക്യൂർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ദർ ഇസ് നത്തിങ് ദാറ്റ് സീസ് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. 40 years തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആമവാദപരമായി പ്രശ്നമുള്ള ഒരു പേഷ്യൻറ്റ് 2 മുട്ടും വേദന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സന്ധികളിൽ വേദന ക്യൂർ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺട്രോളബിൾ അറ്റ് ദി ഇനിഷ്യൽ സ്റ്റേജ്. ദെൻ ഓൺ റെഗുലർ ബേസിസ് ഇപ്പോഴത്തെ വെൻ വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദിസ് ഐ ഡോണ്ട് തിങ്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീഷൻ ഈ റുമറ്റോയ്ഡ് ഇതുപോലെ തന്നെയാണ്, കുറച്ച് റിലീഫ് ആകുമ്പോൾ ആയുർവേദത്തിലോട്ട് പേഷ്യൻ്റ് ഹാസ് ടു സ്റ്റേ വെരി കൺസിസ്റ്റൻ്റ്. അവർക്ക് ഏത് ചികിത്സ എടുക്കുന്നു ആ ചികിത്സയിൽ ഒട്ടി നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ഷിഫ്റ്റിംഗ് പ്രശ്നമാണോ? മീൻസ് നമ്മൾ അലോപ്പതി തൊട്ടിക്കലല്ലേ ഇത്, അവർ കാണുമ്പോൾ വേറെ ആരെങ്കിലും കണ്ടുണ്ടാവും, പലരും ഇത് ഒരു ബന്ധുക്കളായിരിക്കും ഇത് ഇങ്ങനെ മരുന്ന് കഴിക്കരുത്, ഇത് ഭയങ്കര സൈഡ് എഫക്റ്റ് കഴിക്കും. അത് കൂടുതലും ഈ ഇപ്പം നമ്മുടെ ബന്ധുവിനോ അല്ലെങ്കിൽ അയൽവാസിക്കുള്ള അതേ പ്രോബ്ലം ആയിരിക്കില്ല നമുക്കുള്ളത്. പക്ഷെ അവർ പറയുന്ന കാര്യമായിരിക്കും ഡോക്ടർ പറയുന്നത്, അങ്ങനെ പറയല്ലേ, ഇത് എനിക്ക് വന്നത് ഇത് കഴിച്ചാൽ മതി. പക്ഷെ ആൾക്കുള്ള അസുഖം ആയിരിക്കില്ല ഇത്, അത് അവർക്ക് അറിയില്ല. അപ്പം ഒബ്വിയസ്ലി നമ്മുടെ കൂടെയുള്ള ഒരാളോ നമ്മുടെ വീട്ടിലുള്ള ഒരാളോ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കൊരു ഡോക്ടർ പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു വിശ്വാസം അതിനൊക്കെ തോന്നുമായിരിക്കും. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. സിംറ്റംസ് ഏകദേശം പ്രശ്നമാണ്. സർജറി കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻ്റെ അടുത്ത് ഇവരെന്ന് പറയും കാലനക്കരുത് ഡോക്ടറിനേലും കൂടുതൽ ഉപദേശങ്ങളായിരിക്കും. നമ്മൾ ഇവിടെ നിന്നെല്ലാം പറഞ്ഞുവിടും, നിങ്ങൾ ഇതുപോലെ ചെയ്യണം, നിങ്ങൾ ഇത്ര മൂവ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞ പേഷ്യന്റ് കഴിഞ്ഞ 2 ആഴ്ച പറയും നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണമെന്ന് വെച്ചാൽ പറയും വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് അല്ല. എൻ്റെ മുട്ട് മാറ്റി വെച്ച ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാനിവിടെ എൻ്റെ അടുത്ത് 2-3 വീട്ടിൽ മുട്ട് മാറ്റി വെച്ച് 2-3 പേരുണ്ട്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇപ്പം നടക്കരുത്, നടന്നാൽ അത് പ്രശ്നമാണ്, നിനക്ക് നടക്കാൻ ഇനി ഒരുപാട്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നടത്തി ചെയർ കയറ്റി വീട്ടിലേക്ക് വിട്ട പേഷ്യൻ്റാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ട് അവർ പറയാണ് എന്നോട് ഇവിടെ എല്ലാവരും നടക്കേണ്ടതാണ് പറയുന്നത്. നമുക്കറിയില്ല അവരുടെ മുട്ടിൽ എന്താണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഓപ്പറേഷൻ മുട്ട് മാറ്റി വെച്ച ഓപ്പറേഷൻ ആയിരുന്നോ അതോ വല്ല ഫ്രാക്ചറിനുള്ള ഓപ്പറേഷൻ ആയിരുന്നോ നമുക്കറിയില്ല. അപ്പോൾ ആ പേഷ്യൻറ്റും ഡോക്ടർ പറയുന്നത് മാത്രം കേൾക്കുക അല്ലേ, ഡോക്ടർ പറയുന്നതാണ് കേൾക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് ഡോക്ടർ പറയുന്നത്. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിക്കാം. സാർ ഇപ്പം നേരത്തെ വളരെ വിശദമായിട്ട് ഈ സ്പൈനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വളരെ ഡിഫിക്കൾട്ടാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ. എങ്ങനെയെങ്കിലും ചിലപ്പോൾ നമ്മളത് അപ്പുറത്ത് എത്തിച്ചാലും ഈ പറഞ്ഞ പോലെ എന്നെ വിശ്വസിക്കുമോ അതോ എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയമുള്ള എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ വിശ്വാസ്യത അവരിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഫിസിയോതെറാപ്പിയും സർജനും ഇതിൻ്റെ ഹോസ്പിറ്റൽ സ്ട്രക്ചർ ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ഫോർ എനി സർജറി. ഇപ്പം നമ്മളിപ്പം ഓർത്തെന്ന് പറയുമ്പോൾ വി സ്പീക്ക് അബൌട്ട് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ്. ആ എഫർട്ട് ഫുള്ള് ചിലപ്പം ഡിസ്മാൻഡിൽ ചെയ്ത് കളയും. ഒരു ഫുൾ പടിയൊക്കെ കയറ്റി വിട്ട പേഷ്യൻ്റ് ഒരു 10 days കഴിഞ്ഞ് ഫസ്റ്റ് റിവ്യൂവിന് വരുമ്പോഴത്തേക്ക് കാലി ഇങ്ങനെ സ്റ്റിഫായിട്ട് 1 inch പോലും അനങ്ങാതെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അവർ കാരണം നമുക്കത് കാണുമ്പോഴും ബുദ്ധിമുട്ടല്ലേ, നമ്മളിന്ന് അന്വേഷിച്ച് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ചില പേഷ്യൻസ് പറയാം. എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കണമെന്നില്ല. ചിലർ പറയും അത് ഡോക്ടറെ ഞാൻ വീട്ടിൽ പോയി പക്ഷേ എൻ്റെ അയൽവാസി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തേക്കാം. സെക്കൻഡ് ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ഇരിക്കുന്ന പേഷ്യൻറ്റ്, സ്റ്റിച്ചുള്ള പേഷ്യൻറ്റിന് അത് അത്ര സുഖമുള്ള പരിപാടിയല്ല. ടു ബി ഫ്രാങ്ക്, ഒരു സർജറി കഴിഞ്ഞ ആളത്ത് പോയി കൈ അനക്കം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാലനക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വിവേകിനെ പേടിയുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടറെ പേടിയുള്ളതുകൊണ്ടോ ആശുപത്രിയിൽ ആയതുകൊണ്ടോ അവർ ചെയ്യും. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ബൈസ്റ്റാൻഡർ ഇസ് സ്റ്റിൽ എൻ്റെ മോനോ അല്ലെങ്കിൽ ബ്രദറോ വൈഫോ ആരെങ്കിലും ആയിരിക്കും. വി ഹാവ് മോർ പവർ ദർ. ഞാൻ അനക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഈ സറൗണ്ടിങ് സൊസൈറ്റി മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല. ദേ ടേക്ക് ഇറ്റ് ദാറ്റ് ഞാൻ അനക്കുന്നില്ല, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുക, അങ്ങനെ അവർ വിചാരിച്ചാലും സെയിം എഫക്റ്റ് വിൽ. അല്ല, ബോട്ടം ലൈൻ നമ്മൾ ഇങ്ങനെ സംശയങ്ങൾ രോഗികൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അവർ വിളിച്ച് ചോദിക്കുകയോ പോയി കണ്ട് സംസാരിക്കുകയോ. അവർക്കായിരിക്കും നിങ്ങളെക്കുറിച്ച് ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടൊരു മെഡിക്കൽ ഉപദേശം തരാൻ പറ്റുക. അത് നമ്മൾ വിശ്വസിക്കണം. ഡോക്ടർ, അതുപോലെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് സർജറിയുടെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? ഇത് കോമൺ ആയിട്ട് ചെയ്യുന്ന 2 സർജറികളാണ് ഈ TKR-ഉം THR-ഉം. അതായത് TKR എന്ന് പറഞ്ഞാൽ നീ റീപ്ലേസ്മെൻറ്റ്, അടുത്ത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന നീ റീപ്ലേസ്മെൻറ്റ്, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വൺ ഓഫ് ദി സർജറി ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് ആണ്. ഇത് TKR-ഉം THR-ഉം തമ്മിലുള്ളൊരു ബേസിക് ഡിഫറൻസ്
അപ്പോൾ എങ്ങനെ പറഞ്ഞാൽ TKR, അത് നീ റീപ്ലേസ്മെൻറ്റ് ആക്ച്വലി ഒരു സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയറാണ് റാദർ ദാൻ എ ബോണി പ്രൊസീജിയർ. THR അതർ ഹാൻഡ് ഇറ്റ്സ് എ പ്യുവർലി ബോണി പ്രൊസീജിയർ. അതായത് TKR നീ റീപ്ലേസ്മെൻറ്റ് സക്സസ് കിടക്കുന്നതിൻ്റെ ആ നീ ബാലൻസ് ചെയ്യുന്നതിലാണ്. നമ്മൾ മിക്കപ്പോഴും നീ ഒരു വളവിലായിരിക്കും, ഇങ്ങനെ ഒരു ചെറിയൊരു വളഞ്ഞ് ഉള്ളിലേക്കൊക്കെ ഇരിക്കുകയാണ്. ആ നീ ബാലൻസ് ചെയ്യുന്നതിലാണ് ഈ TKR എന്ന് പറയുന്ന സർജറിയുടെ സക്സസും അതിൻ്റെ ഡ്യൂറേഷനും. അതായത് നമ്മൾ വീൽ അലൈൻമെൻറ്റ് ഇല്ലേ, അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തേഞ്ഞു പോകും. നമ്മൾ ഈ വയ്ക്കുന്ന സാധനവും തേഞ്ഞു പോകുന്നതാണ്, നമ്മൾ ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന സാധനവും തേഞ്ഞു പോകുന്നതാണ്. ലൈഫ് ലോങ് എന്ന് പറഞ്ഞപ്പോൾ അത്രയും ലൈഫ് ഉള്ളെങ്കിൽ അത് ലൈഫ് ലോങ്. ലൈഫ് ലോങ് എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണ. സൈക്കിൾസ് ആണ്. നമ്മൾ വർഷങ്ങൾ പോലും അല്ല, നമ്മൾ ഇത്ര വർഷം എന്ന് പോലും പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ തേഞ്ഞു പോകും. അപ്പോൾ എന്താണ് ഈ ഒരു 60-65 വയസ്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ആക്ടിവിറ്റി കംസ് ഡൗൺ. നമ്മളൊരു 40-45 വയസ്സുള്ള ഒരാളുടെ ആക്ടിവിറ്റി പോലെയല്ല ഒരു 60-65 വയസ്സുള്ള ഒരാളുടെ. അപ്പോൾ ആക്ടിവിറ്റി യൂഷ്വലി കംസ് ഡൗൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ കൂടുതലാണ്, യൂഷ്വലി ഒരു 15 to 20 years. അപ്പോൾ നമ്മളൊരു 60-65 വയസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിൽ ഒരു 20 years. അതാണ് ഈ ലൈഫ് ലോങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അതൊരു പ്യുവർലി അതിൻ്റെ ബാലൻസിങ്ങിലാണ്, അതിൻ്റെ സോഫ്റ്റ് ടിഷ്യൂ ബാലൻസ് ചെയ്യുന്നതിലാണ് അതിൻ്റെ സക്സസ് കൂടുതലും കിടക്കുന്നത്. അതർവൈസ് ഹിപ്പാകുമ്പോൾ നമ്മൾ ആ ബോണ് അതിൻ്റെ വേർഷനാണ്, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ അസെറ്റാബുലം, ആ ഒരു കപ്പ്, ആ ബോൾ, ആ അസെറ്റാബുലത്തിൻ്റെ വേർഷനും അതുപോലെ ഫിമറിൽ നമ്മൾ വയ്ക്കുന്ന ഇംപ്ലാൻറ്റിൻ്റെ വേർഷൻ, അതാണ് THRൻ്റെ സക്സസ്സിൽ കൂടുതലും വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ പലരും പല രീതിയിൽ പറയും, എൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കൂടുതലും TKR ഒരു സോഫ്റ്റ് ടിഷ്യൂ പ്രൊസീജിയർ അത് ബാലൻസ് ചെയ്തെടുക്കുന്നതിലാണ് അതിൻ്റെ സർജറി. ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി വലിയ പ്രശ്നമൊന്നും കാണില്ല, എങ്ങനെ നമ്മൾ ചെയ്താലും ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ചെയ്തു ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു 3-4 വർഷം വരെ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല. ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ നമ്മൾ മര്യാദയ്ക്ക് അല്ലാതെ ബാലൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വശം ബാലൻസിങ് കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡ് തേഞ്ഞു പോകാനുള്ള സാധ്യത, അതുപോലെ ആ പോളി പെട്ടെന്ന് അതിൻ്റെ പുറകിലത്തെ പാർട്ട് മോശമാവുക, അങ്ങനത്തെയൊക്കെയാണ്. THR എന്ന് പറയുന്ന ഒരു അതിൻ്റെ ബേസിക് കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ 3 ഭാഗമാണ്. ഒന്ന് ഈ നമ്മുടെ തുടലിലേക്ക് എടുക്കുന്ന സ്റ്റെം പാർട്ട് എന്ന് പറയുന്നത്, പിന്നെ കപ്പിൽ വയ്ക്കുന്ന അസെറ്റാബുലർ കപ്പ്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് രണ്ടുമുള്ള ലൈനർ ഹെഡ്. ഇതാണ് THRൻ്റെ മെയിൻ പാർട്ടുകൾ. അപ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റാക്കുക, ഫിറ്റ് ചെയ്യുക. 2 ടൈപ്പാണ് ഫിറ്റിംഗ് ഉള്ളത്, ഒന്ന് സിമെൻറ്റഡ്, അടുത്ത അൺസിമെൻറ്റഡ്. പിന്നെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം സിമെൻറ്റ് ചെയ്യുക, വേറൊരു ഭാഗം അൺസിമെൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് അൺസിമെൻറ്റഡ് സർജറികളാണ്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സിമെൻറ്റ് കുറേ നാൾ കഴിയുമ്പോൾ സിമെൻറ്റ് ഫ്രാക്ചർ ആവാം, സിമെൻറ്റ് ലൂസാവാം, അതുകൊണ്ട് അപ്പോൾ ഇംപ്ലാന്റ് ലൂസാവാം, അത് ഒഴിവാക്കാം. അൺസിമെൻറ്റിൻ്റെ ഒരു ഗുണം, അൺസിമെൻറ്റ് ഒരു പ്രശ്നം വെച്ചാൽ ഇമ്മീഡിയറ്റ് വെയിറ്റ് ബെയറിംഗ് നടക്കില്ല, ഫുൾ വെയിറ്റ് ബെയറിംഗ്. കാരണം ഈ അൺസിമെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ബോൺ വന്നിട്ട് ഇതിലേക്കുള്ള ആ കോട്ടിങ്ങിലേക്ക് ഇൻ്റർലോക്ക് ചെയ്യും, അങ്ങനെയാണ് ഇത് സ്റ്റേബിൾ ആവുന്നത്. അങ്ങനെ സ്റ്റേബിൾ ആവുന്നത് ഒരു 3 to 6 months എടുക്കാറുണ്ട്. അപ്പോൾ ഈ അൺസിമെൻറ്റഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി പേഷ്യൻറ്റിനോട് ഫുൾ വെയിറ്റ് ബെയർ കാലിൽ കൊടുക്കാൻ പറയാറില്ല, പക്ഷേ മിക്ക പേഷ്യൻറ്റും നടക്കാറുണ്ട്. അതുപോലെ സിമെൻറ്റഡ് ചെയ്യുമ്പോഴൊരു ഗുണം എന്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ്ലി വെയിറ്റ് ബെയർ ചെയ്യാം. കാരണം ഇംപ്ലാന്റ് ഓൾമോസ്റ്റ് അവിടെ സ്റ്റേബിളായി, നമ്മൾ ആ സിമെൻറ്റ് അവിടെ ഉറച്ചതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് തന്നെ, സർജിക്കൽ വൂണ്ട് ക്ലോസ് ചെയ്യുന്നത് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ THR ഭയങ്കര ഒരു ഫോർഗീവിങ് സർജറിയാണ്. ചെറിയ മിസ്റ്റേക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ TKR ചിലപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാലും ചെറിയൊരു ഇത് വന്നാൽ പോലും ഭയങ്കരമായിട്ട് പേഷ്യൻറ്റിൻ്റെ ഔട്ട്കമ്മിനെ ബാധിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സാർ എപ്പോഴും പറയും, എടാ THR ഈസ് ലൈക്ക് മദർ, ബട്ട് TKR ഈസ് ലൈക്ക് യുവർ മദർ ഇൻ ലോ, സോ ബി കെയർഫുൾ വിത്ത് TKR എന്ന് എപ്പോഴും പറയും. അല്ല സാർ, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് അതിൽ ആഡ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ പുതിയതായിട്ടുള്ള കുറേ അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട് ഹിപ്പ് റീപ്ലേസ്മെൻറ്റിൽ. കോവിഡിന് ശേഷം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് വരുന്നതാണ് ഒരു അസുഖം, AVN, അവാസ്കുലർ നെക്രോസിസ്. കവി കേട്ടിട്ടുണ്ടോ AVNനെ പറ്റി? അതായത് നമ്മുടെ സാർ പറഞ്ഞല്ലോ ബോളും സോക്കറ്റും ഉണ്ടെന്ന്. ആ ബോൾ എന്ന് പറഞ്ഞാൽ എല്ല് ഉണ്ടയായിട്ടിരിക്കുന്ന ഒരു എല്ലാണ്, ഫീമർ തുടയെല്ലിൻ്റെ മുകൾ ഭാഗം. അതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുന്ന ഒരു അസുഖമാണ് അവാസ്കുലർ നെക്രോസിസ്. അപ്പോൾ ഈ കോവിഡിന് ശേഷം വളരെയധികം ചെറുപ്പക്കാരിൽ ഈ അസുഖം കണ്ടു തുടങ്ങി. കാരണം എന്താണെന്ന് നോക്കി വന്നപ്പോൾ സ്റ്റിറോയിഡ് കഴിക്കുന്നതാണ് അതിൻ്റെ കാരണം. അപ്പം
ഈ അസുഖത്തിൻ്റെ പല സ്റ്റേജുകളുണ്ട്. അവസാന സ്റ്റേജിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് തന്നെ വേണ്ടി വരും. വേറെ ഒരു ഓപ്ഷൻ ഇല്ല. ഏർലിയർ സ്റ്റേജസിൽ കുറച്ച് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, കോർ ഡീകംപ്രഷൻ, അങ്ങനത്തെ ചെറിയ ചെറിയ ഇതുകൊണ്ട് നമുക്ക് സർജറിയുടെ ആവശ്യം പ്രൊലോങ് ചെയ്തേക്കാം. പക്ഷേ എൻഡ് സ്റ്റേജിൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വന്നു തുടങ്ങുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ എന്ത് അപ്രോച്ച് വെച്ചിട്ടാണ് എൻ്റെ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് നീ എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ കൂടെ മാത്രമേ പോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ തന്നെ 1-2 വകഭേദങ്ങളുണ്ട്. പക്ഷേ ഹിപ്പ് അങ്ങനെയല്ല. ഹിപ്പ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സൈഡിൽ കൂടെ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇപ്പം വെസ്റ്റേൺ വേൾഡിലും ഇപ്പോൾ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒരുപാട് കൂടുതലായിട്ട് ചെയ്തു വരുന്നതാണ് ആൻറ്റീരിയർ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. അതായത് നമ്മൾ കൺവെൻഷനലി പണ്ടേ ചെയ്തു വരുന്നത് ബാക്കിലൂടെയോ സൈഡിലൂടെയോ ഉള്ള ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്. ഇപ്പോൾ ചെയ്തു വരുന്നത്, ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവരിത് എസ്പെഷ്യലി യങ്ങർ ആൾക്കാരിൽ, മെലിഞ്ഞ ആൾക്കാരിൽ ഒക്കെ ചെയ്തു വരുന്നത് ആൻറ്റീരിയർ ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും റിക്കവറി. ഇപ്പോൾ ഒന്നാമത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുക, സ്റ്റെപ്പ് കയറുക, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോവുക ഒക്കെ ഭയങ്കര ക്വിക്കറായിരിക്കും ഈ ആൻറ്റീരിയർ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്. പോസ്റ്റീരിയറോ അതായത് ബാക്കിൽ കൂടെ സൈഡിൽ കൂടെ ഉള്ളത് മോശമാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ തന്നെ മൾട്ടിപ്പിൾ രീതികളുണ്ട്. അതും ഇപ്പോൾ പേഷ്യൻസ് ചോദിക്കുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ജിമ്മിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ വരുമെന്ന് പറയുന്നത് സത്യമാണോ? വാമപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഉണ്ടോ ഇത് ചെയ്യുന്നതിന് മുന്നേ? ഇത് രണ്ടും ആക്ച്വലി ഒരു കണക്റ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല. ബിക്കോസ് ഏത് ജോയിൻറ്റ് നമ്മൾ രാത്രി ഉറങ്ങി കിടക്കുമ്പം ജോയിൻറ്റ്സ് ടോൺ നഷ്ടപ്പെട്ട് ജോയിൻറ്റ്സ് ആ ഒരു സൾക്കി പൊസിഷനിൽ വരുന്നു. രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തിനാണ് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യുന്നു? ബിക്കോസ് ആ മസിൽസിനെ ഒന്ന് ആക്റ്റീവായിട്ട് വരണം. സോ വെൻ യു ഗോ ജിമ്മിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാതെ ചെന്ന് നമ്മൾ ഡമ്പിലിട്ട് കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജോയിൻറ്റിനോ അല്ലെങ്കിൽ മസിലിനോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും തോളുവേദനയോ നടുവേദനയോ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കേഷണലി വരാം. ദാറ്റ് മൈറ്റ് നോട്ട് ബി റിലേറ്റഡ് ടു ജിമ്മിൽ പോകുന്നത് കൊണ്ട്. ഇപ്പം ഒരു 50 കിലോ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ 60 കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾ 100 കിലോ ബോഡി വെയ്റ്റ് ഉള്ള ഒരാൾ ചെയ്യുന്ന അതേ എക്സസൈസ് അതേ വെയ്റ്റിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ആ ഇഞ്ചറിയെ വിളിച്ച് വരുത്തുകയാണ്. ഇതൊരു ടൈപ്പാണ്. 2 റെഗുലറായിട്ട് വാമപ്പ് ഇല്ലാതെ അതുപോലെ കൂൾ ഡൗൺ ഇല്ലാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മസിൽസിൻ്റെ സോർനെസ്, സ്ട്രെച്ചിങ് എഫക്റ്റ് കിട്ടത്തില്ല. പക്ഷേ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ ആരും അത് ചെയ്യാറില്ല. ഐ ആം ഓൾസോ എ പാർട്ട് ഓഫ് ദാറ്റ്. 5 മിനിറ്റിൽ എന്തെങ്കിലും നമ്മളൊരു അത് ശരിയാണ്. കാരണം ഇപ്പോൾ ഗോപി പറഞ്ഞല്ലോ, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉറങ്ങി എണീക്കുകയോ അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് സ്റ്റേറ്റിലോ നമ്മൾ എക്സസൈസ് ചെയ്തപ്പോൾ നമ്മുടെ മസിലും റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ നമ്മുടെ മസിൽ ഉറങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ എണീറ്റു, പക്ഷേ മസിൽ നമ്മൾ എണീപ്പിക്കണം. മസിലിന് നേരത്തെ പറഞ്ഞ ജീവനുണ്ട്. അതെ, ജീവൻ എല്ലാത്തിനും ഉണ്ടല്ലോ. നമ്മുടെ ബോണിനും ജീവനുണ്ട്, മസിലിനും ജീവനുണ്ട്. ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ ഉടനെ പിടിച്ച് എണീറ്റിപ്പിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആൾ ഭയങ്കര ഒരു അൺഈസി ആയിരിക്കും, പാനിക്കാവും. അതുപോലെ തന്നെ നമ്മുടെ മസിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിലിരിക്കുമ്പോഴാണ് നമ്മൾ ജിമ്മിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ എത്തിക്കഴിയുമ്പോൾ ഉടനെ നമ്മൾ വാമപ്പ് ഒന്നും ഇല്ലാതെ ഒരു 20 കിലോ ഡമ്പലെടുത്ത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മസിലിനെ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് മസിൽ എത്തിയിട്ടില്ല. അതിന് ആ മസിലിനെ ഉണർത്തുന്ന പരിപാടിയാണ് വാമപ്പ്. ബേസിക്കലി ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ ഓൾ ലിവിങ് ബീയിങ്സ്. നമ്മുടെ ബ്രെയിനാണ് അൾട്ടിമേറ്റ് എംപറർ ദാറ്റ് കണക്ട്സ് എവരിത്തിങ്. സോ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, ബ്രെയിനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഞരമ്പുകൾ മസിലിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ജംഗ്ഷണൽ ഏരിയാസാണ് NMJs അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ബ്രെയിൻ എഴുന്നേറ്റു, ആക്റ്റീവായി നടക്കുന്നുണ്ട്. ബ്രെയിനിൻ്റെ കമാൻഡ് ശരീരം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് ബ്രെയിൻ ഇസ് ദ മാസ്റ്റർ. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇപ്പം വിവേക് പറഞ്ഞ പോലെ പിന്നെ എങ്ങനെ ഈ മസിൽ ആക്റ്റീവ് ആവാതെ 20 കിലോ പൊക്കാൻ പറ്റുന്നതെന്നുള്ള ഡൗട്ട് വേണമെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. പ്രോബ്ലം ഇസ് യുവർ മാസ്റ്റർ കമാൻഡ്സ്, യു ആർ ഒബേയിങ് ഇറ്റ്. 2 ദിവസം കഴിയുമ്പോഴാണ് അയ്യോ വേദന എന്നുള്ളത് ഇത് വരുന്നത്. ബിക്കോസ് സൈലൻ്റ് ആയിട്ട് ഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ സ്ലീപ്പിലിരിക്കുന്ന മസിലിൻ്റെ ബ്ലഡ് ഫ്ലോ വളരെ സ്ലഗ്ഗീഷ്, സ്ലോ ആയിരിക്കും. 5-6 പ്രാവശ്യം നമ്മൾ നോർമലി സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് യുവർ ബ്ലഡ് ഫ്ലോ സ്ലൈറ്റ്ലി ഇംപ്രൂവ്സ്, കുറച്ച് ബെറ്റർ ആവും. മസിൽ ഫൈബേഴ്സ് കുറച്ച് എക്സ്പാൻഡ് ആവും, മസിൽ മെമ്മറി പതിയെ ആക്റ്റീവ് ആവും. എന്നിട്ട് ഈ 5 എന്നാലും 20 കിലോ എടുക്കണമെന്നല്ല, സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. 7 കിലോസ് ചെയ്ത് പിന്നെ 10 കിലോസ് ചെയ്ത് പിന്നെ 15 ചെയ്യുമ്പം ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ലോഡിങ്. ആ പ്രോഗ്രസീവ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം എല്ലാവരും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും ഈ ഭയങ്കര ഫിറ്റ്നസ് ഓറിയൻറ്റഡ് ആണല്ലോ. ഇഫ് യു ഫോളോ ദ റൈറ്റ് പേഴ്സൺ, അവർ എപ്പോഴും പറയുന്നത് എൻ്റെ ബോഡി സ്ട്രക്ചർ അല്ല വേറൊരാളുടെ ബോഡി സ്ട്രക്ചർ. റോണി കോൾമാനെയോ ജെ കട്ട്ലറിനെയോ നോക്കിയിട്ട് നിങ്ങൾ വർക്കൗട്ട്, ചിലപ്പോൾ അവരുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദർ ഇസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സംബഡി ഹൂ ഇസ് ഡൂയിങ് ദാറ്റ് പ്രൊഫഷണലി ആൻഡ് സംബഡി ഹൂ ഇസ് ഡൂയിങ് ഫോർ ദെയർ ഹെൽത്ത് പർപ്പസ്.
സോ ജിമ്മിൽ പോകുന്നത് കൊണ്ട് ഇഞ്ചുറി വരും എന്നല്ല. ഇൻഫാക്ട് ഐ പ്രീച്ച് അഗെയിൻസ്റ്റ് ഇറ്റ്. നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ബിസി ലൈഫ് സ്റ്റൈലിൽ ഫോർ എ പ്രൊഫഷണൽ ജിമ്മാണ് എപ്പോഴും ഈസിലി കിട്ടുന്നത്. ഇപ്പം മുട്ട് വേദന ഉണ്ടാകുന്നു, ജനറലി പറയത്തല്ലേ ഡോക്ടറെ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നു. ഈ മുട്ടുവേദനയുള്ള ആളെങ്ങനെ എക്സസൈസ് ചെയ്യുന്നത്? പേഷ്യൻസ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ എനിക്ക് ഇത്രയും മുട്ടുവേദന വെച്ചുകൊണ്ട് നടക്കാനേ പറയുന്നത്, താൻ എന്തോ ഈ പറയുന്നത്, എങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന സാർ എന്ത് പറയുന്നത്? എക്സസൈസ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ ചിലവർ പറയും ഞാനൊരു 6 കിലോമീറ്റർ ദിവസം നടക്കാറുണ്ട്, അതൊരു എക്സസൈസ് ആണോ ഫോർ നീ പെയിൻ? അതൊരു എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്. ഹാർട്ടിനും ശരീരത്തിനും ഒരു ഉണർവും ഉന്മേഷവും തരുന്നൊരു എക്സസൈസാണ് വാക്കിംഗ്, കാർഡിയോവാസ്കുലർ എക്സസൈസ്, ജോഗിങ്. സിറ്റിംഗ് ഇസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട്. യെസ്, ബിക്കോസ് ഐ ടിയിൽ സാർ ഇപ്പോൾ പറഞ്ഞില്ല ലോങ് അവേഴ്സ് ഓഫ് സിറ്റിംഗ്, 8 hours. വിവേകും പറഞ്ഞു ഐ ഓൾസോ ഹാവ് എ പേഷ്യൻ്റ് ലൈക്ക് ദിസ്. ഈ ലൗഞ്ചർ ചെയർ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, റിക്ലൈനറിൻ്റെ ഒരു ഇസഡ് പോലെ ഇരിക്കുന്ന ഒരു ചെയർ ഉണ്ട്. ഈ പയ്യൻ ഹീസ് ഹാർഡ്ലി 21 ആണെന്ന് തോന്നുന്നു. ഓൾവേസ് ലൗഞ്ചിങ് ലൈക്ക് ദിസ്. പുള്ളി ഞാൻ ചോദിച്ചിട്ട് ഹീ ഷോഡ് മീ ഹിസ് ഫോട്ടോസ് ഹൗ he is always sulking in that. Spine looks like an S. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് ഹി സേസ് ദാറ്റ് ഹി ഗോസ് ടു ദ ജിം. ഹി ഡസ് ഗോ ടു ദ ജിം ബിക്കോസ് ലൈഫ് സ്റ്റൈലാണ്, അല്ലാതെ അവിടെ പോയിട്ട് കറസ്പോണ്ടിങ് കാര്യം ചെയ്യുന്നു എന്നല്ല. ലൈക്ക് കമ്മിങ് ബാക്ക് ടു ദിസ് തിങ്, മുട്ടുവേദന ഉള്ള ഒരാളത്ത്, ഒരു ഏജുള്ള ആളുടെ അടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പറയുമ്പം സാറ് പറഞ്ഞ പോലെ വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദ മസിൽസ്. ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കാര്യം, മസിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. സോ ദാറ്റ് മസിലിൻ്റെ ബ്ലഡ് ഫ്ലോ നന്നാവും, മസിലിൻ്റെ ബലം കുറച്ചും കൂടി സ്ട്രോങ് ആവും, ഉള്ള ഡാമേജിനെ അതിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ 30s കിടക്കുന്നവർ, അല്ലെങ്കിൽ അതിന് മുന്നേ ഈ ചില പൊസിഷനിൽ കുനിയ അല്ലെങ്കിൽ വരുമ്പോൾ ഇങ്ങനെ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ, ഇത് നോർമലൈസ് ചെയ്യേണ്ട ഒന്നാണോ? നോർമലൈസ് ബെൻഡിങ് അല്ലെങ്കിൽ നൈട്രജൻ ബെൻസ് എന്ന് പറയുന്ന ജോയിൻസിൻ്റെ അകത്തുള്ള ശബ്ദം ഐ ഓൾസോ ഹാവ്. ഇത് ദാറ്റ് ഈസ് നോർമൽ, ഐ മീൻ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് നോർമൽ. പക്ഷേ ഇഫ് യു ഹാവ് അതേ സിംറ്റം മൾട്ടിപ്പിൾ പ്രാവശ്യം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഞാനൊരു സാധനം എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചിലപ്പോൾ ഒരു ബാക്കിലോ അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ബാക്കിലോ ആ ശബ്ദത്തിനേക്കാളും ഇമ്പോർട്ടൻസ് പെയിൻ വരുന്നു. അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പ്രശ്നം ഉണ്ടാവണം എന്നില്ല, പക്ഷേ സ്റ്റിൽ പ്രശ്നമാകുന്നതിന് മുന്നേ അത് ഇവാലുവേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. വൺ ഓഫ് ദ റീസൺസ് ഈസ് മസിൽസിൻ്റെ അകത്ത് നോട്ട് ഫോർമേഷൻ ഉണ്ടാകാം ഡ്യൂ ടു ഇംപ്രോപ്പർ സ്ട്രെച്ചിങ്, സ്ലീപ്പിംഗ്, മസിൽ ഫൈബേഴ്സിൻ്റെ ട്വിസ്റ്റിംഗ് കാരണം ചിലപ്പോൾ നോട്ട് ഫോർമേഷൻസ് ഉണ്ടാവും. ഈ നോട്ട് ചിലപ്പം അൺട്രാവൽ ചെയ്യുന്നതാണ് ഈ ശബ്ദം കേൾക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓക്കെ. പക്ഷേ റിക്കറൻ്റ് ആയിട്ട് അങ്ങനെ വരുവാണെങ്കിൽ, അലോങ് വിത്ത് ഒരു പെയിൻ വരുവാണെങ്കിൽ, ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സീ എ കൺസൾട്ടൻറ്റ് ആൻഡ് ജസ്റ്റ് ഇവാലുവേറ്റ് യുവർ സെൽഫ് സോ ദാറ്റ് ഫ്യൂച്ചറിലേക്കൊരു പ്രശ്നം വരില്ല. ജോയിൻസിൽ നോർമലി കുറച്ച് സൗണ്ടൊക്കെ, ചെറിയ സൗണ്ടുകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ആസ് ലോങ് ആസ് ഗോപി പറഞ്ഞ പോലെ പെയിൻ ഇല്ല, അല്ലെങ്കിൽ ക്യാച്ചിങ്. ഇപ്പോൾ നമുക്ക് സൗണ്ട് വന്നു പിന്നെ മുട്ടനക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഷോൾഡർ അനക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി നോർമൽ. പക്ഷെ എപ്പോഴും നിങ്ങളൊരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ.